ആൾക്കാരോട് ചോദിക്കും, സ്ത്രീകൾക്ക് പ്രസംഗിക്കാമോ? സ്ത്രീകൾ സഭയിൽ പ്രസംഗിക്കരുത്, അല്ലെങ്കിൽ പ്രവചിക്കരുത്, ശുശ്രൂഷിക്കരുത്. അത് പുരുഷന്മാർക്കുള്ളതാണ്, പുരുഷന്മാർക്ക് മാത്രമുള്ളതാണ്. സ്ത്രീകൾ സഭായോഗങ്ങളിൽ മിണ്ടരുത്. അന്നും ഇന്നും പല സ്ത്രീകളെയും കർത്താവ് ശക്തമായി സഭയ്ക്കകത്ത് പ്രസംഗ ശുശ്രൂഷയിൽ ഉപയോഗിക്കുന്നു, പ്രവചന ശുശ്രൂഷയിൽ ഉപയോഗിക്കുന്നു, കോൺഫറൻസുകളിൽ ഉപയോഗിക്കുന്നു, കൺവെൻഷനുകളിൽ ഉപയോഗിക്കുന്നു, ഓപ്പൺ എയർ മീറ്റിങ്ങിൽ ഉപയോഗിക്കുന്നു. ഒത്തിരി പ്രവാചകിമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയ ആദ്യ കാലഘട്ടത്തിൽ, ഞാൻ 16 വർഷമായി ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയിട്ട്. ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയ ആദ്യ കാലഘട്ടത്തിൽ ആൾക്കാരോട് ചോദിക്കും, സ്ത്രീകൾക്ക് പ്രസംഗിക്കാമോ? നിങ്ങളോട് ചോദിക്കാത്ത, നിങ്ങൾ പ്രസംഗിക്കാത്തതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞു, എനിക്കറിയത്തില്ല. ശീലാദാസിനോട് പ്രസംഗിക്കാൻ ദൈവം പറഞ്ഞു. സ്ത്രീകൾക്ക് പ്രസംഗിക്കാമോ? പിന്നെ നമ്മുടെ ഇടയിലുള്ളൊരു ഗുണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു വാക്യം അറിയാത്തവർക്ക് ഒരു വാക്യം അറിയാം. വേദപുസ്തകത്തിലെ ഒരു വാക്യം അറിയാത്തവരോട് ചോദിച്ചാലും സ്ത്രീകൾ സഭായോഗങ്ങളിൽ മിണ്ടരുത്. ആ വാക്യത്തിൻ്റെ റെഫറൻസ് അടക്കം പറയാൻ അറിയാവുന്നവർ ഇവിടെ ഇരിപ്പുണ്ട്, സ്തോത്രം ചെയ്യുന്നു. ആ ഒരു വാക്യം അവർക്ക് ഏത് ഉറക്കത്തിൽ വിളിച്ചാലും അറിയാം, കാരണം സ്ത്രീ മിണ്ടരുത്. ഞാൻ ചോദിക്കട്ടെ, ബിലിയാമിനോട് സംസാരിച്ച കഴുതയാണായിരുന്നോ പെണ്ണായിരുന്നു? ഹല്ലേലൂയ. അറിയാൻ മേലെ മിണ്ടിയിട്ട് കാര്യമുണ്ടോ? നമ്മൾ ഈ കാണുന്നൊന്നും അല്ലെന്നേ തമ്പുരാൻ്റെ വഴി. സഹോദരിമാരോട് ഇന്ന് രാത്രി ഒരു സഹോദരി എന്ന നിലയിൽ ഞാൻ പറയാം, നീ പ്രാർത്ഥനാ മുറിയിലൊരു ദൗത്യം ഏറ്റെടുത്താൽ മനുഷ്യരെ ഭയപ്പെടരുത്, ലോകത്തിലാരുടെ മുമ്പിൽ മുട്ടുകുത്തരുത്, തല കുരിച്ചു കൊടുക്കരുത്. ഇറങ്ങിത്തിരിക്കാൻ ഇത് തൻ്റെ കയ്യിൽ തന്നെങ്കിൽ ഇതിനേക്കാൾ വലിയൊരു ആയുധം ലോകത്തിലില്ല. റെയ്നാഡ് ബോങ്ക എടുക്ക ചെന്നേച്ച് കുറച്ച് സ്ത്രീ വിരോധികൾ ചോദിച്ചു, സ്ത്രീകൾക്ക് ശുശ്രൂഷ ചെയ്യാവൂ? പുള്ളി എന്ത് പറയുമെന്ന് അറിയാനായിട്ടാ ചെന്നേ. പുള്ളി പറഞ്ഞു, സ്ത്രീകൾക്ക് ശുശ്രൂഷ ചെയ്യാൻ പറ്റുമോ? എനിക്കറിയത്തില്ല, ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, കിണറിനകത്തൊരു മനുഷ്യൻ വീണ് മുങ്ങിച്ചാകാൻ പോവാ, കയ്യും കാലും ഇട്ടടിക്കുക, രക്ഷപ്പെടാൻ ഒരു മാർഗവും ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോൾ മേളിലോട്ട് നോക്കുമ്പോൾ ഒരു കയറിറങ്ങി വരുന്നു. ഓ, കയറെ പിടിച്ച് രക്ഷപ്പെട്ട് കിണറിൻ്റെ പുറത്ത് വന്നപ്പോഴേ അറിഞ്ഞ ഒരു സ്ത്രീ അതിട്ടെന്ന്. സ്ത്രീ ഇട്ട കയറെ ഞാൻ പിടിക്കരുത്, ഞാൻ തിരിച്ചു ചാടുവെന്ന് പറയൂ? ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് രക്ഷപ്പെടണമെന്നുണ്ടായിരുന്നു, പക്ഷേ സ്ത്രീയല്ലേ ഇട്ടത്, ഞാൻ പോവാ പറയുമോ? ഇല്ല. മരണസമയത്ത് ആര് കയറിട്ടാലും പിടിക്കും. ഒരു കുടുംബം നാശത്തിലേക്ക് പോകുമ്പോൾ കയറിട്ട് കൊടുക്കാൻ ദൈവം നിന്നെ വിളിച്ചെങ്കിൽ, നിന്നെ ആ ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടുണ്ടെന്നല്ലേ അതിൻ്റെ അർത്ഥം. നീ മുഖാന്തരം ചില കുടുംബങ്ങൾ തീക്കകത്തുനിന്ന് വിടുവിക്കപ്പെടണം, ആത്മഹത്യയിൽ നിന്ന് വിടുവിക്കപ്പെടണം. ആ കുടുംബ കലഹങ്ങൾക്കകത്തകപ്പെട്ട് കൂട്ട ആത്മഹത്യ ചെയ്യാനിരിക്കുന്ന കുടുംബങ്ങളെ വിടുവിക്കാൻ സഹോദരി നിന്റെ വാക്കിനകത്ത് ദൈവം പ്രവർത്തിക്കും. ഒരു ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഒന്നാമത്തെ സ്ഥാപനത്തിൽ ഞാൻ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് ജോലിക്ക് കയറാൻ തുടങ്ങിയപ്പോഴാണ് അവർ പറഞ്ഞു, ജോലി തരികയെന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര വിഷമമായി. ഏഷ്യയിലെ ഒന്നാമത്തെ കമ്പനിയാണ്, ഞങ്ങളുടെ അടുത്ത കമ്പനിയുടെ വാതിക്ക് നിന്ന് എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. ഞാൻ കരഞ്ഞു. 3 വർഷം എൻ്റെ വെറുതെ കളഞ്ഞു, വല്ല ബൈബിൾ കോളേജിലും പോകാമായിരുന്നു. കരഞ്ഞപ്പോൾ കർത്താവിനോട് ശാന്തമായി പറഞ്ഞു, മോളെ, ഈ കമ്പനിക്കകത്തിരുന്ന് ശമ്പളം മേടിക്കാനല്ല ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു, അനേക രാജ്യങ്ങളിൽ നീ എൻ്റെ നാവായിരിക്കണമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ കരയുന്നതിൻ്റെ ഇടയ്ക്ക് ചോദിച്ചു, രാജ്യങ്ങളിൽ നാവാണേ മലയാളം പോലും നേരാമണ്ണം പറയാൻ അറിയത്തില്ല, പിന്നെ എങ്ങനെ രാജ്യങ്ങളിൽ നാവാകുന്നേ? തമ്പുരാൻ തിരഞ്ഞെടുത്തതാണേ, സമയമാകുമ്പോൾ തമ്പുരാൻ കൊണ്ടുപോകുന്നേ. ഹല്ലേലൂയ. അതിൻ്റെ വഴിയൊക്കെ വെച്ചേച്ചല്ലേ തമ്പുരാൻ തിരഞ്ഞെടുത്തത്. വിശ്വസിക്കുന്നുണ്ടോ? സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും ദൈവത്തിൻ്റെ പദ്ധതിക്കകത്ത്, വിളിക്കകത്ത് നീ ഉൾപ്പെട്ടെങ്കിൽ നാളെ എന്തെന്നുള്ള ചോദ്യം നിനക്ക് വേണ്ട. നിനക്ക് വേണ്ടി ചില വൻ പർവ്വതങ്ങളെ തകർത്ത് പെരുവഴികളാക്കി നിന്നെ മുൻപോട്ട് നയിക്കാനുള്ള ഒരു ദൈവകൃപ നിന്റെ മേൽ പകരുവാൻ ഈ രാത്രി ദൈവത്തിന് പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് എല്ലാവരും പോണ പോലെ, എല്ലാവരും പ്രാർത്ഥിക്കുന്ന പോലെ ഞാൻ പ്രാർത്ഥിക്കുക, എല്ലാവരും പ്രസംഗിക്കുന്ന അത് വേണ്ട. നീ വ്യത്യസ്തമായ ഒരു അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാമോ? വ്യത്യസ്തമായ ചിലത് ചെയ്യാൻ സഹോദരന്മാരെ പ്രാർത്ഥിക്കാമോ? എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു വണ്ടിയുണ്ട്. എല്ലാ വണ്ടിയും ടാറിട്ട റോഡിൽ കൂടെ പോണേ, അല്ലേ? എല്ലാ വണ്ടിയും ടാറിട്ട റോഡിൽ കൂടെ പോകണം. പക്ഷേ എനിക്കിഷ്ടമുള്ളൊരു വണ്ടി JCBയാണ്. പിള്ളേരാരും പ്രതികരിച്ചില്ലല്ലോ. ഞങ്ങളുടെ അവിടെ JCB എന്നെങ്ങാനും പറയാമെങ്കിൽ പിള്ളേർ പിന്നെ നിലത്തല്ല, കേട്ടില്ല. JCBയോട് ഞാൻ ചോദിച്ചു, നിനക്കെന്നെ ഇത്ര പ്രത്യേകത?
എല്ലാവരും മര്യാദയ്ക്ക് ടാറിട്ട വഴി കൂടെ പോകുമ്പോൾ നീ എന്നെ ഇങ്ങനെ പോണേ. JCB എന്നോട് പറഞ്ഞ എല്ലാവരും വെട്ടിയ വഴി കൂടെ പോവുക, ഞാൻ വെട്ടാത്ത വഴി കൂടെ പോണേ. ഞാൻ വെട്ടി പോവാ, വഴി വെട്ടിയാ പോകുന്നത്. എന്തിനാണെന്നറിയാമോ? നാളെ ചിലർ എൻ്റെ പുറകെ വരാനുണ്ട്. ഇന്ന് രാത്രി വിശ്വസിച്ചോണ്ട് പറ, ഞാൻ പോയ വഴിയിലൂടെ ചിലർ ദൈവത്തിൻ്റെ അടുക്കൽ എത്താനുണ്ട്. ഇന്ന് രാത്രി ദൈവം അതിനു വേണ്ടിയാ നിന്നെ തെരഞ്ഞെടുത്തത് കേട്ടോ. നീ പോകുന്ന വഴി കണ്ടു നോക്കി നിൽക്കുന്ന ചിലരുണ്ട്. അവരുടെ അഭിഷേകമുണ്ടല്ലോ, അവരുടെ മേൽ ചലിക്കുന്ന ദൈവകൃപയുണ്ടല്ലോ, അതെനിക്ക് വേണമെന്ന് പറയുന്ന ചിലർ ഈ കാലഘട്ടത്തിൽ ഉണ്ട്. അങ്ങനെ ഒരു അഭിഷേകമുണ്ടോ? അങ്ങനെ പ്രത്യേക വിളിയുണ്ടോ? ഉണ്ടോ? അങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ടോ? അങ്ങനെ മറ്റുള്ളവർക്കില്ലാത്ത എന്തോ ഒന്ന് എന്നിൽ വെച്ചിട്ടുണ്ടെന്നൊരു ചിന്തയകത്തുണ്ടോ? ഉണ്ടെങ്കിൽ അത് സംഭവിക്കാൻ പോവാ. നീ വെറുതെ വില മുടക്കാൻ ഇറങ്ങിയതല്ല കേട്ടോ. നിന്റെ പിറകിൽ ചില കണ്ണുനീര് കിടപ്പുണ്ട്. നിന്നെ ഈ തലമുറയിൽ ദൈവം ഒരു വ്യത്യസ്ത ശുശ്രൂഷയ്ക്കായി മാറ്റാൻ കാരണം നിന്റെ പിറകിൽ ഒഴുക്കിയ കണ്ണുനീരാ. നീ തകർന്നു പോകേണ്ട സ്ഥാനത്ത് നിന്നെ ഇല്ലായ്മ ചെയ്യുവാൻ പിശാച് പിടിച്ച് കെട്ടി ഒതുക്കി അവൻ്റെ പൂണിയിലെ ഒരു ആയുധമാക്കാൻ ശ്രമിച്ച സമയത്ത് ഒരു കണ്ണുനീർ നിന്റെ പിറകിൽ കിടന്ന് അത് നിലവിളിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ മറുപടിയായി ദൈവം നിന്നെ ഈ കാലഘട്ടത്തിൽ ചില ദൂരദേശങ്ങളിൽ മറ്റാരും പോകാൻ ഇഷ്ടപ്പെടാത്ത ചില ദ്വീപുകളിൽ ദൈവം നിന്നെ അയക്കും. രാത്രി പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ചില ദ്വീപുകൾക്കകത്ത് ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം നിന്നെ അയക്കാനുള്ളതാ. നീ വിശ്വാസത്തോടെ ആമേൻ പറഞ്ഞു. നിന്റെ മേൽ പകരപ്പെടുന്ന അഭിഷേകത്തെ കണ്ട് അതിനെതിരെ നിൽക്കാൻ ചിലതിനെ പിശാച് എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. പക്ഷേ നീ ആത്മാവിൽ പ്രാപിച്ച ധൈര്യത്തോടെ അഭിഷേകത്തോടെ ചിലതിനെ നോക്കിയാൽ അത് വിട്ടുമാറുന്ന നീ കാണും. ഷമാന ഹദ്ദുന റിഗന ദിഗൽ ഖമന. നിന്റെ മേൽ അഭിഷേകമുണ്ടെങ്കിൽ നീ വിരൽ ചൂണ്ടിയാൽ ചിലത് സംഭവിക്കും, നീ നോക്കിയാൽ ചിലത് നടക്കുമെന്ന്. എത്രയോ സ്ത്രീകൾ അതിശക്തമായി സഭയ്ക്കകത്ത് എന്ന് വെച്ചാൽ മെയിൻ ലീഡ് പാസ്റ്റേഴ്സായി, സീനിയർ പാസ്റ്റേഴ്സായി, ഫൗണ്ടിങ് പാസ്റ്റേഴ്സായി സ്ത്രീകളുള്ള ഒത്തിരി സഭകളുണ്ട്, മെഗാ ചർച്ചകളുണ്ട്. സ്ത്രീ മൗനമായിരുന്ന് പൂർണ്ണാനുസരണത്തോടും കൂടെ പഠിക്കട്ടെ. മൗനമായിരിക്കാനല്ലാതെ ഉപദേശിപ്പാനോ പുരുഷന്റെ മേൽ അധികാരം നടത്തുവാനോ ഞാൻ സ്ത്രീയെ അനുവദിക്കുന്നില്ല. ഈ രണ്ട് വചനങ്ങൾ ചേർത്ത് വെച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത് ഒരു സ്ത്രീയും ഒരു സഭയിലും ഒരു കാലത്തും ശുശ്രൂഷിക്കുകയോ സംസാരിക്കുകയോ പ്രസംഗിക്കുകയോ ശുശ്രൂഷപരമായ ഒന്നിലും ഇടപെടരുത്. മാത്രമല്ല സഭായോഗത്തിനും വന്ന് മൗനമായി വീട്ടിൽ പോവുക, വീട്ടിൽ ചെന്ന് സംസാരിച്ചു, അതും ഭർത്താവിനോട്. ഇതാണ് നമുക്ക് കിട്ടുന്നത്. ഇത് എടുത്ത് അനേക സഭകളിൽ അനേക നാളുകളായി, പക്ഷേ നൂറ്റാണ്ടുകളായി ഉരുത്തിരിഞ്ഞിട്ടുള്ള ഉപദേശം എന്താണെന്ന് ചോദിച്ചാൽ സ്ത്രീകൾക്ക് ശുശ്രൂഷയില്ല. ശുശ്രൂഷ മുഴുവൻ പുരുഷന്മാരുടേതാണ്. ഇൻ അതർ വേർഡ്സ്, പുൾപിറ്റ് മിനിസ്ട്രി, പ്രീച്ചിങ്, ടീച്ചിങ്, പ്രൊഫസൈയിങ്, ഹീലിംഗ് മിനിസ്ട്രി തുടങ്ങി യു ടേക്ക് എനി മിനിസ്ട്രി ദാറ്റ് ബിലോങ്സ് ടു മെയിൽ ബീയിങ്സ്. ഇതാണ് നമുക്ക് കിട്ടുന്ന ഇത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒന്നിലേക്ക് പോയത്? ഞാൻ 4 റീസൺസ് പറയാം. പറ്റുവാണെങ്കിൽ ഒന്ന് ഇത് കേൾക്കുന്നവരൊന്ന് കമൻറ്റ് സെക്ഷൻ ടൈപ്പ് ചെയ്തിടുന്നത് നല്ലതായിരിക്കും. നമ്പർ 1, ടേക്കിംഗ് വൺ വേഴ്സ് ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ്. ഏതെങ്കിലും ഒരു വചനം ഒരു പശ്ചാത്തലം എന്താണെന്ന് നോക്കാതെ, ആ കോണ്ടെക്സ്റ്റ് എന്താണെന്ന് നോക്കാതെ, എന്നതിന് സന്ദർഭം നോക്കാതെ അടർത്തിയെടുത്ത് അത് മാത്രം കൊണ്ടൊരു ഡോക്ട്രിൻ ഉണ്ടാക്കിയാൽ ദാറ്റ് ഈസ് ഡേഞ്ചറസ്. നമ്പർ 2, ഇഗ്നോറിങ് ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്. എന്താണ് ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലം നോക്കാതിരുന്നാൽ, ഇപ്പോൾ ഈ മലയാളം ബൈബിൾ മാത്രം വായിച്ചു അല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷ് ബൈബിളിൽ ഏതെങ്കിലും ഒരു വേർഷൻ മാത്രം വായിച്ചു കഴിഞ്ഞാൽ എന്താണ് ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലം എന്ന് അറിയുന്നില്ല. ആ സാഹചര്യത്തിൽ തെറ്റായൊരു ഉപദേശത്തിലേക്ക് പോകാം. നമ്പർ 3, അപ്ലൈയിങ് കറക്റ്റീവ് ഇൻസ്ട്രക്ഷൻ ആസ് ഇറ്റേണൽ ലോ. എന്ന് വെച്ചാൽ പൗലോസ് 2 പേർക്കാണ് ലേഖനം എഴുതുന്നത്. ഒന്ന് കൊരിന്ത്യർക്ക്, 2 തിമോത്തിയോസിനും. കൊരിന്ത് ഒരു സഭയാണ്, പൊതുവായ സഭയ്ക്ക്. മറ്റേതൊരു പാസ്റ്ററാണ്. നമ്മളിനി ഇതിൻ്റെ പശ്ചാത്തലത്തിലേക്ക് പോകുമ്പോൾ ആദ്യത്തെ എന്നാണ് 1 കൊരിന്ത്യർ 14:34-35. അവിടെ പൗലോസ് പറയുന്നത് സ്ത്രീകൾ കൊണ്ടാതിരിക്കണമെന്നാണ്. പക്ഷേ അതേ ലേഖനത്തിൽ, ഇത് 14 അധ്യായം, 11-ാം അധ്യായത്തിൽ പറയണം, മൂടുപടമില്ലാതെ ഒരു സ്ത്രീ പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്താൽ എന്താണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത്? കൊരിന്ത് സഭയിൽ സ്ത്രീകൾ പ്രാർത്ഥിക്കുകയും പ്രവചിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ മക്കളെ, മൂടുപടം ഇട്ടുകൊണ്ട് നിങ്ങളത് ചെയ്താൽ മതി, നിങ്ങളുടെ സംസ്കാരം അതാണ്, ഞങ്ങളുടെ ജൂയിഷ് സംസ്കാരം വേറെയാണ്. കൊരിന്തിൽ സ്ത്രീകളുടെ മോഡസ്റ്റി എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അതിൽ നിന്ന് എന്ത് മനസ്സിലായി? പൗലോസ് സ്ഥാപിച്ച, പൗലോസ് ശുശ്രൂഷിക്കുന്ന കൊരിന്ത് സഭയിലെ സ്ത്രീകൾ പ്രാർത്ഥിക്കുമായിരുന്നു, പ്രവചിക്കുമായിരുന്നു. കൊരിന്തിലെ സ്ത്രീകൾ
സംസാരിക്കുമായിരുന്നു സഭയ്ക്കകത്ത്. ഉം. അതേ ലേഖനം കുറച്ച് മുമ്പോട്ട് പോയി 14-ാം അധ്യായത്തിലെത്തിയപ്പോൾ പറയുന്നു സ്ത്രീകൾ സഭയിൽ ഉണ്ടായിരിക്കട്ടെ. Yeah. സോ വാട്ട് ഈസ് ദ മീനിങ്? ഈസ് ഹി കോൺട്രഡിക്റ്റിംഗ് ഹിംസെൽഫ്? ഇതാണ് നമ്മുടെ ചോദ്യം. അതെ, ഒരേ കത്തി തന്നെ ഇത് രണ്ടും പറയുന്നു അല്ലേ? അപ്പോൾ നമുക്കിനി ഈ പൗലോസ് ഈ രണ്ട് ഭാഗങ്ങൾ ഇത് പറയുമ്പോൾ, ഒന്ന് സഭയ്ക്ക് എഴുതുന്നു, ഒന്ന് സഭ പാസ്റ്റർക്ക് എഴുതുന്നു. ഈ രണ്ട് സഭ ഏതൊക്കെയാണെന്നറിയോ? ഒന്ന് കൊറിന്ത് സഭയും മറ്റേത് എഫേസോസിലെ സഭയും. തിമോത്തിയോസ് ആ സമയത്ത് എഫേസോസിലെ ചർച്ചിൻ്റെ പാസ്റ്ററാണ്. ഓക്കെ. ഈ രണ്ട് സ്ഥലത്തും അഭിമുഖീകരിച്ച ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതാണ് നമ്മൾ ചരിത്രത്തിൽ പഠിക്കേണ്ടത്. ഈ പൗലോസ് ഈ കൊറിന്ത്യർക്ക് ലെറ്റർ എഴുതാനുള്ള കാരണം എന്താണെന്ന് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു. അദ്ദേഹത്തെ വിസിറ്റ് ചെയ്യാൻ ചില ആളുകൾ വന്ന് ക്ലോയയുടെ വീട്ടുകാരെന്ന് പറയുന്നത്, ക്ലോയേസ് ഫാമിലി. ന്യായപ്രമാണവും പറയുന്നത് പോലെ നമ്മൾ വിചാരിച്ചാൽ മോശയുടെ ന്യായപ്രമാണത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കും. മൊത്തം മോശയുടെ ന്യായപ്രമാണം മുഴുവൻ എടുത്ത് നോക്കിക്കോ, ഒരു സ്ഥലത്ത് പോലും മോശെ ഇത് വിലക്കിയിട്ടില്ല. ശരിയാ? എവിടെയെങ്കിലും വിലക്കിയിട്ടുണ്ടോ? സ്ത്രീകളെ മിണ്ടരുതെന്ന് പറഞ്ഞിട്ട് എങ്ങും വായിച്ചിട്ടില്ല. പിന്നെ എന്താണ് ഇവിടെ ഉദ്ദേശിച്ചത്? ഇത് ഉദ്ദേശിച്ചത് തൽമൂദുകളാണ്. തൽമൂദുകൾ എന്ന് ഉദ്ദേശിച്ചത് ആദ്യം ഒരു കൽപ്പന കൊടുത്തു ഏദൻ തോട്ടത്തിൽ, അത് കഴിഞ്ഞത് 10 കൽപ്പന വന്നു, അത് കഴിഞ്ഞ് എനിക്ക് 613 കൽപ്പന വന്നു. അപ്പോൾ ഇത്രയും ഉണ്ട് മോശയുടെ ന്യായപ്രമാണം വെച്ച്. എന്നാൽ യഹൂദ റബ്ബിമാർ, അവരുടെ ഗുരുക്കന്മാർ ഇതെടുത്തിട്ട് അതിൻ്റെ വ്യാഖ്യാനങ്ങളും ഉപവ്യാഖ്യാനങ്ങളും അവരുടേതായ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി ഒരു വലിയ ഭാണ്ഡക്കെട്ട് തന്നെ ഉണ്ടാക്കി വെച്ചു, തൽമൂദുകൾ. പിന്നെ മിഡ്രാഷ്, അതായത് കുറേ ഉണ്ട്. ആർക്കും എടുത്താൽ ചുമന്നുകൊണ്ട് പോകാൻ പറ്റാത്തതും ആർക്കും ചെയ്ത് തീർക്കാൻ പറ്റാത്തതുമായ ഒത്തിരി ഗുലുമാലുകളുടെ നിയമങ്ങൾ യഹൂദ റബ്ബിമാരുണ്ടാക്കി. അതിലാണ് ഈ വിലക്ക് വന്നത്. അതല്ലാതെ മോശയുടെ ന്യായപ്രമാണത്തിലല്ല. ഒരു സ്ഥലത്തും മോശ ഒരിക്കലും സ്ത്രീകൾ ഉണ്ടായിരിക്കട്ടെ എന്നൊരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. സ്ത്രീകൾ ഉണ്ടായിരിക്കട്ടെ, ഞാൻ ഇതൊരു വായിച്ചില്ല. അതാണ് ആ കോണ്ടെക്സ്റ്റിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നൗ ഇവിടെ ആരെയാണ് വിലക്കുന്നത്? സ്ത്രീകൾ എന്നോട് വഴക്ക് പറയരുത്, ഞാനൊരു ടേം ഉപയോഗിക്കാൻ പോവാ, പറഞ്ഞോട്ടെ. ലൗഡ് സ്പീക്കർ ലേഡീസ് എന്ന് വെച്ചാൽ ചില സ്ത്രീകൾ സഭായോഗം നടക്കുന്നതിനിടയിൽ, അന്നത്തെ സഭ എവിടെ നടക്കുന്നത്, നമ്മുടേതുപോലെയുള്ള ഹോളുകളോ ഒന്നും ആ കാലത്ത് ഉണ്ടായിട്ടില്ല. സിനഗോഗുകളുണ്ട്, പക്ഷേ സിനഗോഗുകളിലൊന്നും ഇതുപോലെ സഭായോഗം ഒത്തിരി നടന്നിട്ടില്ല. സിനഗോഗ് മൊത്തം രക്ഷിക്കപ്പെട്ടാലും അവിടെ നടക്കും. അധികവും വീട്ടുസഭകളാണ്. വീട്ടുസഭകളിൽ എന്താ സംഭവിക്കുന്നത്? ഒരു വലിയ വീടുകളിലായിരിക്കും കൂടുന്നത്, ലിവിങ് റൂമിലും ബെഡ്റൂമിലും അവിടെ ഒക്കെ ഇരിക്കുമായിരിക്കും. അപ്പോൾ അവിടുത്തെ ഇവിടുത്തെ സംസ്കാരത്തിൽ പലപ്പോഴും സ്ത്രീകളെല്ലാം കൂടെ ഒരു ഭാഗത്തും പുരുഷന്മാരെല്ലാം കൂടെ ഒരു ഭാഗത്തുമായിരിക്കും ഇരിക്കുന്നത്. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് സ്ത്രീകൾക്ക് പല കാരണങ്ങൾ, അധികം വിദ്യാഭ്യാസമില്ല, പലർക്കും സംശയം വരും. ഈ സ്ത്രീകൾക്ക് ഫിൽറ്റർ ഇല്ല. കൊരിന്തിലെ കാര്യം പറയുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്യും? അവിടെ നിന്നുകൊണ്ട് എന്താ പ്രസംഗിച്ചാൽ എനിക്കത് മനസ്സിലായില്ലല്ലോ, മനസ്സിലാകുന്നു. ഇത് അങ്ങോട്ട് ഭർത്താക്കന്മാരോട് ചോദിക്കും, ഇങ്ങനെ വിളിച്ചു പോകും. അപ്പോൾ ഈ ഒന്നാമത് PA സിസ്റ്റം ഇല്ല. ഈ ശുശ്രൂഷിക്കുന്നയാളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ഈ സ്ത്രീകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കലവില കൂടിയാൽ അവരോടാണ് മിണ്ടാതിരിക്കാൻ പറഞ്ഞത്. അതല്ലാതെ സ്ത്രീ പ്രസംഗിക്കരുതെന്നോ പ്രവചിക്കരുതെന്നോ ഒന്നും പൗലോസ് ഉദ്ദേശിച്ചിട്ടില്ല. കാരണം അതേ പൗലോസ് തന്നെ 11-ാം അധ്യായത്തിൽ പറയുന്നു, മൂടുപടമില്ലാതെ ഏതെങ്കിലും ഒരു സ്ത്രീ പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്താൽ അതിൻ്റെ അർത്ഥം ആ സഭകളിൽ പ്രാർത്ഥിക്കുന്ന പ്രവചിക്കുന്ന സ്ത്രീകളുണ്ടായിരുന്നു. പക്ഷേ ഓർഡറിൽ ചെയ്യണം എന്നാണ് അദ്ദേഹം പഠിപ്പിച്ചത്. അപ്പോസ്തലപ്രവൃത്തിയിൽ 2-ാം അധ്യായത്തിൽ 17-18 വായിക്കുമ്പോൾ അവിടെ പറയുന്നത് പുത്രന്മാരുടെ മേലും, ബാക്കി പറ, പുത്രിമാരുടെ മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. അപ്പം എന്തിനാ ഈ പുത്രിമാരുടെ മേൽ? ഇപ്പോൾ അവർക്ക് ശുശ്രൂഷയില്ല, ഒന്നുമില്ലെന്നുണ്ടെങ്കിൽ എന്തിനാ അവരുടെ മേൽ പകരുന്നത്? ഇനി ആ ഒരു പ്രവചിക്കും. അപ്പോൾ ഈ 120 പേര് അവിടെ കയറി ഇരുന്നപ്പോൾ അതിൽ സ്ത്രീകളുണ്ടായിരുന്നു എന്ന് പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞിട്ടുണ്ട്, അല്ലേ? യേശുവിൻ്റെ അമ്മ മറിയ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 120 പേരുടെ മേൽ ഈ തീ വരുമ്പോൾ, പിളർന്നിരിക്കുന്ന നാവുകൾ വരുമ്പോൾ അവരുടെ മേലും ലോക സുവിശേഷീകരണത്തിലുള്ള അഭിഷേകം ഇറങ്ങിയില്ലേ?